നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്റ് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 138. സന്തിനെ ഉപദ്രവിച്ചാലുള്ള ശിക്ഷ. ആദരണീയനായ ഗരീബ്ദാസ് സാഹിബിന്റെ ജനനം പാവൻ ഗ്രാമത്തിൽ ചുഡാനി ജില്ല ജജറിൽ ശ്രീ ബൽറാംജി ധൻഖഡിന്റെ വീട്ടിലായിരുന്നു. അദ്ദേഹത്തിന് പൂർണ്ണബ്രഹ്ം കബീർ പരമേശ്വർ കബീർദേവ് സത്ലോകത്ത് നിന്ന് ഘൃതനാമത്തിൽ ക്രിസ്താബ്ദം 1727 ശരീരത്തോടു കൂടി വന്ന് കണ്ടിരുന്നു. അദ്ദേഹത്തിന്റെ ജീവൻ സത്ലോകത്തിലേക്ക് കൊണ്ടുപോയിരുന്നു. കുടുംബാംഗങ്ങൾ ഗരീബ്ദാസിന്റെ മൃതശരീരം ചിതയിൽ വെച്ചു. ആ സമയത്ത് കബീർദേവ് അദ്ദേഹത്തിന്റെ ജീവൻ തിരികെ ശരീരത്തിൽ പ്രവേശിപ്പിച്ചു. അതിനുശേഷം ആദരണീയനായ ഗരീബ്ദാസ്ജിയും പരമപൂജനായ കബീർദേവ് കബീർ പരമേശ്വരനെ സ്വന്തം കണ്ണുകളാൽ കണ്ട കാഴ്ചയുടെ മാഹാത്മ്യം ജനങ്ങളെ പറഞ്ഞു കേൾപ്പിക്കാൻ തുടങ്ങി. ദുഃഖിതരായ ഏതെങ്കിലും ഒരാൾ അദ്ദേഹത്തിന്റെ ഉപദേശം സ്വീകരിക്കുകയാണെങ്കിൽ, ശിഷ്യത്വം സ്വീകരിക്കുകയാണെങ്കിൽ അയാൾ സുഖം അനുഭവിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വർദ്ധിച്ചുവന്ന മാഹാത്മ്യവും തത്വജ്ഞാനത്തിന്റെയും മുൻപിൽ മറ്റു ഗുരുക്കന്മാരും അവരുടെ അപൂർണ ജ്ഞാനത്തിന്റെ കള്ളിയും വെളിച്ചത്തായി. ചുറ്റുപാടുമുള്ള ഇത്തരം കള്ളസന്യാസിമാർ, ഗുരുക്കന്മാർ അദ്ദേഹത്തോട് അസൂയാലുക്കളായി തീർന്നു. ചുറ്റിനുമുള്ള പ്രധാനപ്പെട്ട ചൗധരിമാരെ അവർ തെറ്റായി പലതും പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ചുറ്റിനുമുള്ള സാധാരണ വ്യക്തികൾ പ്രഭു കബീറിന്റെ പ്രിയപ്പെട്ട കുട്ടിയായ ആദരണീയ ഗരീബ്ദാസിനെ വെറുക്കാൻ തുടങ്ങി. ഡൽഹിയിലെ വാജിദാപുര ഗ്രാമത്തിൽ അദ്ദേഹത്തിനൊരു ശിഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിനെയും ഗ്രാമത്തിലെ എല്ലാവരും വെറുത്തിരുന്നു. അദ്ദേഹത്തിന്റെ അപേക്ഷ അനുസരിച്ച് ഗരീബ്ദാസ് കുറച്ചു ദിവസം വാജിദാപൂർ ഗ്രാമത്തിൽ തങ്ങി. ആ സമയത്ത് വെട്ടുകിളി ശല്യം അടുത്തുള്ള ഗ്രാമത്തിൽ കൂടുതലായിരുന്നു. അവരുടെ വയലുകളിൽ നിന്ന് ബാജ്ര മുഴുവൻ അവ നശിപ്പിച്ചിരുന്നു. എന്നാൽ ഗരീബ്ദാസിന്റെ ശിഷ്യന്റെ വയലിൽ മാത്രം അവ ഒരു നഷ്ടവും വരുത്തിയിരുന്നില്ല. അങ്ങനെ എല്ലാ ഗ്രാമവാസികളും സന്ത് ഗരീബ്ദാസിന്റെ മഹിമയിൽ ആകൃഷ്ടരായി അദ്ദേഹത്തിന്റെ ജ്ഞാനോപദേശം സ്വീകരിച്ച് അവർ സ്വയം സന്തോഷസുഖം അനുഭവിച്ചു. അദ്ദേഹത്തിന്റെ ഉപദേശം അനുസരിച്ച് അദ്ദേഹത്തിന്റെ ഭക്തർ ബാജ്ര ഗ്രാമം മുഴുവൻ വിതരണം ചെയ്തു. ഗരീബ്ദാസ് പലതവണ വിലക്കിയിട്ടും കുറച്ച് ബാജ്ര അദ്ദേഹത്തിന്റെ കാളവണ്ടിയിൽ വെച്ചിട്ട് അവർ പറഞ്ഞു, എല്ലാ പൗർണമി ദിവസത്തിലും താങ്കളുടെ ഭണ്ഡാരത്തിൽ കുറച്ച് ധാന്യം ഈ ഭക്തന്റെ വകയായിട്ടുണ്ടാകും. ഭക്തരുടെ ശ്രദ്ധയോടുകൂടിയ ഭക്തിയെ അദ്ദേഹം സ്വീകരിച്ചു. ആദരണീയനായ ഗരീബ്ദാസിന് 4 ആൺകുട്ടികളും 2 പെൺകുട്ടികളുമായിരുന്നു സന്താനങ്ങൾ. ഏകദേശം 1300 ഏക്കർ ഭൂമിയുടെ അവകാശിയായിരുന്നു. ആ കാളവണ്ടിയിലിരുന്ന് അദ്ദേഹം തന്റെ ഗ്രാമമായ ചുഡാനിയിലേക്ക് പോയി. വഴിയിലെ ഗ്രാമമായ കാണൌന്തായ്ക്ക് അടുക്കൽ കാളവണ്ടി എത്തിയപ്പോൾ മുൻകൂട്ടി തീരുമാനിച്ച ഗൂഢാലോചന പ്രകാരം സ്വാർത്ഥരായ ഗുരുക്കന്മാർ സന്ത് ഗരീബ്ദാസിനെ വളഞ്ഞു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്റ് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 139. ബാജ്ര മുഴുവൻ അവർ കൊള്ളയടിച്ചു. ആ ഗ്രാമത്തിലെ ചൗധരിയായ ചാചൂരാമൻ ചിക്കാരയ്ക്ക് സൂചന കിട്ടി, ഒരു ഹിന്ദു ധർമ്മദ്രോഹിയെ പിടിച്ചുവെന്ന്. ചൗധരി ചാചൂരാമന്റെ ആജ്ഞ അനുസരിച്ച് അദ്ദേഹത്തെ ചൗപ്പാടിൽ ബന്ദിയാക്കി. ചൗധരി ചാചൂരാമന് സർക്കാർ തലത്തിൽ ചില നിയമജ്ഞരുമായി ബന്ധമുണ്ടായിരുന്നു. 6 മാസത്തെ ശിക്ഷയും 500 രൂപയുടെ പിഴയും മഹാദോഷിക്ക് ജയിൽ ശിക്ഷയായി വിധിച്ചു. ആ മതവിരോധികളായ അജ്ഞാനികളായ കോൺട്രാക്ടർമാർ, ഗുരുക്കന്മാരും ആചാര്യന്മാരും മുഖാന്തിരം നേരത്തെ തന്നെ പലവിധ ആരോപണങ്ങളും ഗരീബ്ദാസിനെ പറ്റി ചൗധരി ചാചൂരാമച്ചിക്കാരയെ ധരിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ കാലിൽ ബന്ധിപ്പിച്ചത്. കാലിൽ ബന്ധിപ്പിക്കുകയെന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള കടുത്ത കാരാഗ്രഹ ശിക്ഷയാണ്. 2 കാലുകളിലെയും മുട്ടിനുമേൽ 2 വലിയ തടി കഷ്ണം ബന്ധിപ്പിക്കുകയും കൈകൾ പുറകിൽ കെട്ടിവെക്കുകയും ചെയ്യും. അതുകൊണ്ട് ആ വ്യക്തിക്ക് ഇരിക്കാൻ കഴിയില്ല. വളരെയധികം വേദന അനുഭവിക്കുന്നതിനോടൊപ്പം കാലുകളിൽ നീര് വരികയും ചെയ്യും. കാളവണ്ടിക്കാരൻ വെറും വണ്ടിയുമായി വാജിദാപൂർ ഗ്രാമത്തിൽ തിരികെ പോയി. വാജിദാപൂർ ഗ്രാമം കാണൌന്ത ഗ്രാമത്തിൽ നിന്ന് 10 കിലോമീറ്റർ ദൂരത്തായിരുന്നു. വിവരമറിഞ്ഞ ഉടനെ തന്നെ വാജിദാപുരത്തിലുള്ള കുറെ പ്രധാന വ്യക്തികൾ കാണൌന്ത ഗ്രാമത്തിലെത്തി ചൗധരി ചാചൂരാമനോട് വളരെയധികം കേണപേക്ഷിച്ചു. ഇത് വെറും സാധാരണ വ്യക്തിയല്ല, പരമശക്തിമാനായ വ്യക്തിയാണ്. താങ്കൾ അദ്ദേഹത്തിനോട് മാപ്പപേക്ഷിക്കണം. ചൗധരി ചാചൂരാമൻ ബുദ്ധിമാനും ദയാലുവും വിനയഹൃദയനുമായിരുന്നു. എന്നാൽ ആ സ്വാർത്ഥരായ പ്രഭുക്കളുടെ, ഗുരുക്കന്മാരുടെ കള്ളക്കഥ കേട്ട് ഭഗവാന്റെ പ്രിയപ്പെട്ട കുട്ടിയായ ആദരണീയ ഗരീബ്ദാസിനെ വളരെയധികം ഉപദ്രവിച്ചു.
കാരണം കൂടാതെ കാര്യമറിയാതെ ശിക്ഷിച്ചു. ഒടുവിൽ വാജിദ്പൂരിലെ ഭക്തന്മാരുടെ അപേക്ഷ മാനിച്ച് ആദരണീയനായ ഗരീബ് ദാസിനെ മോചിപ്പിച്ചു. ഗരീബ് ദാസ് ജി ഒന്നും പറഞ്ഞില്ല. അദ്ദേഹം തന്റെ ഗ്രാമമായ ചുഡാനിയിലേക്ക് പോയി. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ചൗധരി ചാജുരാമൻ രാവിലെ തന്റെ ദിനകൃത്യങ്ങൾക്കായി പുറത്തിറങ്ങി. ശൗച്യത്തിന് ശേഷം വൃത്തിയാക്കാനായി, അതായത് ടോയ്ലറ്റിൽ പോയതിനു ശേഷം വൃത്തിയാക്കാനായി കുളക്കരയിലെത്തി. അപ്പോൾ അദ്ദേഹത്തിന്റെ 2 കൈകളും 2 കുതിര സവാരിക്കാർ വെട്ടി. അവർ ഉടൻ തന്നെ അപ്രത്യക്ഷരാവുകയും ചെയ്തു. ഈ കാഴ്ച ആ കുളക്കരയിലുണ്ടായിരുന്ന പലരും കണ്ടു. എത്ര ശ്രമിച്ചിട്ടും രക്തം വാർന്നുകൊണ്ടിരുന്നു. ഒപ്പം വലിയ വേദനയും. കുറെ ദിവസങ്ങളോളം അയാൾ ഉറക്കെ കരഞ്ഞുകൊണ്ടിരുന്നു. പിന്നെ ഒരാൾ പറഞ്ഞു, ഗരീബ് ദാസിന്റെ അടുക്കൽ പോയി ക്ഷമ ചോദിക്കാൻ. അദ്ദേഹം ദയാലുവാണ്. ഒടുവിൽ ചൗധരിയെ കുതിരപ്പുറത്തിരുത്തി കുടുംബം ചുഡാനി ഗ്രാമത്തിലെത്തി. ഗരീബ് ദാസിന്റെ അടുക്കലെത്തിയുടനെ ചൗധരി ചാജുരാമൻ അദ്ദേഹത്തിന്റെ കാൽക്കൽ സാഷ്ടാംഗം വീണ് മാപ്പപേക്ഷിച്ചു. സന്ത് ഗരീബ് ദാസ് അദ്ദേഹത്തെ ആശീർവദിച്ചു, നാമോപദേശം നൽകി. ആജീവനാന്ത്യം ഭക്തിയോടെ ഇരിക്കാൻ പറഞ്ഞു. ചൗധരി പറഞ്ഞു, ഞാൻ താങ്കളിൽ വിശ്വസിക്കുന്നു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 140. എനിക്ക് അറിയില്ലായിരുന്നു താങ്കൾ പൂർണ്ണ പരമാത്മാവാണെന്ന്. ഗരീബ് ദാസ് പറഞ്ഞു, ഞാൻ പൂർണ്ണ പരമാത്മാ കബീർദാസ് അയച്ച അദ്ദേഹത്തിന്റെ ദാസനാണ്. അദ്ദേഹത്തിന്റെ ശക്തിയാൽ എല്ലാം ഭേദമാകും. ഞാൻ നിങ്ങളെ ഒരിക്കലും ശപിച്ചിട്ടില്ല. താങ്കൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം താങ്കൾക്ക് കിട്ടി. ഒരു പക്ഷേ ഇവിടെ വരാതിരുന്നെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിന് ഇനിയും പലതും അനുഭവിക്കേണ്ടി വന്നേനെ. ഇനി അതുണ്ടാകില്ല. കാരണം നിങ്ങൾ എന്റെ ഉപദേശം സ്വീകരിച്ചു, എന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. ചൗധരി ചാജുരാമൻ കുടുംബത്തിലെ എല്ലാവരെയും കൊണ്ട് നാമോപദേശം സ്വീകരിച്ചു, ശിഷ്യരായി. ഇന്നും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ഗരീബ് ദാസിന്റെ പരമ്പരാഗത പൂജകൾ ചെയ്യുന്നു. ഏകദേശം കുറെ കുടുംബങ്ങളുണ്ട്. അവരെ ചാജുവാഡ എന്നാണ് പറയുന്നത്. എന്തെന്നാൽ तुमने उस दरगाह का महल ना देखा, धर्मराय के तिल का लेख। राम कहे मेरे साथ को दुख ना दीजो कोई, साथ दुखाए मैं दुखी, मेरा आपा भी दुखी होए। हिरण्यकशिपु उदर पेट विदारिया, मैं ही मारिया कंज। जो मेरे साधु को सतावे, वाका खो दू वंश। साथ 57 कोटि पाप है, अनगिन हत्या अपराधन। ദുവാർസ കി കൽപ് കാൽ സേ പ്രളയ ഹോ ഗയേ യാദവ്. മുകളിൽ ഉദ്ധരിച്ച വാണിയിൽ കൂടി ഗരീബ് ദാസ് സാഹിബ് തെളിവുകൾ നൽകുന്നു. എന്തെന്നാൽ പരമേശ്വർ പറയുന്നു, എന്റെ സന്തിനെ വേദനിപ്പിക്കരുത്. ആരാണോ എന്റെ സന്തിനെ വേദനിപ്പിക്കുന്നുവോ അവർ മനസ്സിലാക്കണം എന്നെയാണ് വേദനിപ്പിക്കുന്നതെന്ന്. എന്റെ ഭക്തനായ പ്രഹ്ലാദനെ വേദനിപ്പിച്ചപ്പോൾ ഞാൻ ഹിരണ്യകശിപുവിന്റെ വയറ് കീറി. ഞാൻ തന്നെയാണ് കംസനെ കൊന്നത്. ആരാണോ എന്റെ സന്യാസിയെ ദുഃഖിപ്പിക്കുന്നുവോ ഞാൻ അവരുടെ വംശമില്ലാതാക്കും. അതുകൊണ്ട് സന്ത്മാരെ, സന്യാസിമാരെ വേദനിപ്പിച്ചാൽ കോടി പാപമായിരിക്കും ഫലം. ഇങ്ങനെ എണ്ണമറ്റ കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ അജ്ഞരായ ആളുകൾക്ക് പരമാത്മാവിന്റെ ഭരണഘടന അറിയില്ല. അതുകൊണ്ടാണ് ഈ തെറ്റുകൾ ചെയ്യുന്നത്. പിന്നീട് അവർ ശിക്ഷയ്ക്ക് വിധേയരായിത്തീരുന്നു. സന്യാസിമാരെ ഉപദ്രവിക്കുന്നവർക്ക് താഴെ പറയുന്ന ശിക്ഷകൾ കിട്ടുന്നതാണ്. അഥവാ ഒരാൾ മറ്റൊരാളെ കൊന്നാൽ അടുത്ത ജന്മത്തിൽ തിരിച്ചു കൊല നടത്തി ആ കടം തീർക്കുന്നു. എന്നാൽ സന്യാസിമാരെ ഉപദ്രവിച്ചാൽ വളരെയധികം പാപം ലഭിക്കും. അത് ജന്മജന്മാന്തരങ്ങളോളം നിലനിൽക്കും. സദ്ഗുരു തന്റെ വാണിയിൽ കൂടി പറയുന്നു, अर्धमुखी गर्भवास में हरदम बारंबार जूनी भूत पिशाच की जब लग सर्वोष्ट सहार. ഇത്തരം തെറ്റുകൾ ചെയ്യുന്നവർക്ക് പരമേശ്വർ പലവിധ ജീവികളുടെ യോനിയിൽ പല ആവർത്തി അമ്മയുടെ ഗർഭം ധരിക്കേണ്ടി വരുന്നു. അതായത് അവർ ജന്മമെടുക്കുമ്പോൾ പല ആവർത്തി മരിക്കും. സൃഷ്ടിയും പ്രളയവും ഉണ്ടാകാതിരിക്കുന്നിടത്തോളം കാലം ഭൂതപിശാചുക്കളുടെ യോനികളിൽ ഗർഭസ്ഥരായി വളരെയധികം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരും. അതുവരെ പരമേശ്വർ അവരോട് ക്ഷമിക്കുകയില്ല. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 141. ഒരിക്കൽ ദുർവാസാവു മുനി അഭിമാനം രക്ഷിക്കാനായി അംബരീഷ് രാജാവിനെ കൊല്ലാനായി തന്റെ ശക്തിയാൽ സുദർശന ചക്രം വിട്ടു. സുദർശന ചക്രം അംബരീഷിന്റെ പാദങ്ങളെ സ്പർശിച്ച് തിരിച്ച് ദുർവാസാവിനെ കൊല്ലാനായി അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് വന്നു. ദുർവാസാവ് വിചാരിച്ചു ചെയ്തത് വളരെ തെറ്റായി പോയെന്ന്. പക്ഷെ ആലോചിച്ചു നിൽക്കാൻ സമയമുണ്ടായില്ല. ദുർവാസാവ് സുദർശൻ ചക്രത്തിന് മുൻപേ ഓടിക്കൊണ്ടേയിരുന്നു.
ഓടി ഓടി ബ്രഹ്മാവിന്റെ അടുക്കലെത്തി രക്ഷിക്കാൻ പ്രാർത്ഥിച്ചു. ബ്രഹ്മാവ് പറഞ്ഞു, ഇത് എനിക്ക് അസാധ്യമാണ്. നിങ്ങൾ എത്രയും വേഗം ഭഗവാൻ ശിവന്റെ അടുക്കൽ പോകൂ. അദ്ദേഹം ഒരു പക്ഷേ നിങ്ങളെ രക്ഷിച്ചേക്കും. ഇത് കേട്ടയുടനെ ദുർവാസാവു മഹർഷി ഭഗവാൻ ശിവന്റെ അടുക്കിലേക്ക് ഓടി. എന്നിട്ട് പറഞ്ഞു, ദയവ് ചെയ്ത് നിങ്ങൾ എന്നെ ഈ സുദർശന ചക്രത്തിൽ നിന്നും രക്ഷിക്കൂ. പക്ഷെ ഭഗവാൻ ശിവനും ബ്രഹ്മാവിനെ പോലെ കൈയൊഴിഞ്ഞു. ഭഗവാൻ ശിവൻ പറഞ്ഞു, എനിക്ക് അസാധ്യമാണ്. നിങ്ങൾ വിഷ്ണുവിന്റെ അടുക്കൽ പോകൂ. ഒരു പക്ഷേ വിഷ്ണുവിന് നിങ്ങളെ സഹായിക്കാൻ കഴിയും. അതു കേട്ടിട്ട് മുനി ദുർവാസാവ് വിഷ്ണുവിന്റെ അടുക്കലെത്തി പ്രാർത്ഥിച്ചു, നിങ്ങൾക്ക് മാത്രമേ എന്നെ ഈ സുദർശന ചക്രത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിയൂ. എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഇതെന്നെ കൊല്ലും. അതു കേട്ട് ഭഗവാൻ വിഷ്ണു പറഞ്ഞു, ഈ സുദർശന ചക്രം താങ്കളെ എന്തിനാണ് കൊല്ലുന്നത്? ദുർവാസാവ് മുനി നടന്ന കഥയെല്ലാം വിവരിച്ചു. അപ്പോൾ ഭഗവാൻ വിഷ്ണു പറഞ്ഞു, നിങ്ങൾ പോയി അംബരീഷ് രാജാവിന്റെ പാദങ്ങളിൽ വീണ് മാപ്പപേക്ഷിക്കൂ. എങ്കിൽ ഈ സുദർശന ചക്രത്തിൽ നിന്നും രക്ഷ നേടാം. അതല്ലാതെ നിങ്ങളെ രക്ഷിക്കാൻ ഞാൻ ദേവനൊന്നുമല്ല. ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. മരിക്കാൻ പോകുന്നവൻ ഭയം കൊണ്ട് എന്തിനും തയ്യാറാകും. കേട്ട ഉടനെ ദുർവാസാവ് മഹർഷി ആംബ്രീഷിന്റെ അടുക്കലെത്തി പാദങ്ങളിൽ വീണ് ഹൃദയം കൊണ്ട് മാപ്പപേക്ഷിച്ചു. അപ്പോൾ ആംബ്രീഷ് രാജാവ് സുദർശൻ ചക്രത്തെ തന്റെ കൈകൾ കൊണ്ട് പിടിച്ച് ദുർവാസാവിന് തിരിച്ചു നൽകി. എന്നിട്ട് പറഞ്ഞു, മുനിമാരോട് തെറ്റായി പെരുമാറരുത്. അതിന്റെ പരിണിത ഫലം ഭയങ്കരമായിരിക്കും. ശ്രീകൃഷ്ണ ഗുരു കസനി ഹുയി ഓർ ബജി കാക്കാവൻ. ശ്രീകൃഷ്ണന്റെ ഗുരുവായ ശ്രീ ദുർവാസാവ് ഋഷിയുടെ അവസ്ഥ ഇതാണെങ്കിൽ പിന്നെ സാധാരണ മനുഷ്യന്റെ കഥ പറയണോ? അവരെ ആര് രക്ഷിക്കും? നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 142. വഴിതെറ്റിയവർക്ക് മാർഗനിർദ്ദേശം. ഭക്ത സമാജ പ്രഭു കി വാസ്തവിക ഭക്തി സേ കോ സോം ദൂർ. സത്ലോക ആശ്രമ കരൗദ, ജില്ല രോഹ്തക, ഹരിയാനയിൽ കബീർ പരമേശ്വരന്റെ പ്രത്യക്ഷപ്പെട്ട ദിവസത്തെ ആസ്പദമാക്കി നടക്കുന്ന 5 ദിവസത്തെ, അതായത് 2005 ജൂൺ 18 മുതൽ 25 വരെ നടക്കുന്ന സത്സംഗ സമാരോഹത്തിൽ ഭക്ത ബന്ദസിംഹ സൈനി തന്റെ കഥ വിവരിച്ചു. ആ കഥ ചുവടെ ചേർക്കുന്നു. ഞാൻ ബസന്ത സിംഹ സൈനി ഹരിയാനയിലെ രോഹ്തക് ജില്ലയിലെ ഗാന്ധാര ഗ്രാമത്തിൽ വസിക്കുന്നു. പഴയ അഡ്രസ് ബന എസ് 161 പാണ്ഡവ നഗർ, മദർ ഡയറിക്ക് സമീപം യമുന പാർ, ദില്ലി 92 താമസിച്ചിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ദുഃഖങ്ങളുടെ ഒരു പർവ്വതം തന്നെയായിരുന്നു. എന്നിട്ടും പരമാത്മാവിനെ കണ്ടെത്താനും ദുഃഖങ്ങൾക്ക് പരിഹാരം കാണാനുമായി സന്ത് മഹന്തുമാരുടെ അടുക്കൽ പോയിക്കൊണ്ടിരുന്നു. പക്ഷേ എവിടെയും ദുഃഖത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അവസാനം ആസാറാം ബാപ്പു സന്തിന്റെ അടുക്കലെത്തി. ആ സമയത്ത് ബാപ്പുജിയുടെ സംഗത് ജില്ലയിൽ ഏകദേശം 1000 ഉണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ അടുത്തു നിന്ന് കാണാനുള്ള അവസരമുണ്ടായി. ഞാൻ എന്റെ ദുഃഖങ്ങളും പരമാത്മാവിനെ കണ്ടെത്താനുള്ള ആഗ്രഹവും അറിയിച്ചു. അദ്ദേഹം ഞങ്ങൾക്ക് 7 മന്ത്രം, അതായത് ഗുരുയേം നമ, നമ ശിവായ, നമോ ഭഗവതേ വാസുദേവായ, ഹ്രീം രാമായ നമഃ, ഗായത്രി മന്ത്രവും പറഞ്ഞു തന്നു. ഇതിൽ ഒരെണ്ണം തിരഞ്ഞെടുക്കാൻ പറഞ്ഞു. ഒരെണ്ണം സോഹം മന്ത്രശ്വാസത്തിൽ കൂടി സോ അകത്തേക്കും ഹം പുറത്തേക്കും ജപിക്കാൻ പറഞ്ഞു. ഏകാദശി, പൗർണമി വ്രതം, തിങ്കളാഴ്ച വ്രതം, അഷ്ടമി വ്രതം എന്നിവയും നോക്കാൻ പറഞ്ഞു. കൂടുതലായും ത്രിബന്ധ പ്രാണായാമം, സിദ്ധാസനത്തിലിരുന്ന് ധ്യാനിക്കാനും പറഞ്ഞു. ഞാൻ മന്ത്രം വാങ്ങി. ദുഃഖം അദ്ദേഹത്തിന്റെ മുൻപിൽ കരഞ്ഞു പറഞ്ഞു. എന്റെ വലിയച്ഛൻ 40 വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയിരുന്നു. അദ്ദേഹം ഇപ്പോൾ വലിയ പ്രേതമായി തീർന്നിരിക്കുന്നു. അദ്ദേഹം എന്റെ 2 സഹോദരന്മാരെ കൊന്നു, 8-10 എരുമകളെ കൊന്നു, 5-6 പശുക്കളെ കൊന്നു. പശുക്കളുടെ ഒരു കുട്ടിയും ജീവിക്കുന്നില്ല. വീട്ടിലെ എല്ലാവർക്കും എന്തെങ്കിലും അസുഖം എപ്പോഴുമുണ്ട്. ഇപ്പോൾ പറയുകയാണ് എന്റെ അച്ഛനെയും കൊല്ലുമെന്ന്. ഞാൻ ബാപ്പുജിയോട് അപേക്ഷിച്ചു, എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം. പക്ഷേ ആ പ്രേതം 6 മാസം കഴിഞ്ഞപ്പോൾ എന്റെ അച്ഛനെയും കൊണ്ടുപോയി. ബാപ്പുജി പറഞ്ഞു, സംഭവിക്കേണ്ടത് സംഭവിക്കുക തന്നെ ചെയ്യും. പശുക്കൾ ചാകുന്നത്, ധനനഷ്ടം, അസുഖം, ഇതൊക്കെ പാപഫലങ്ങളാണ്. ശാരീരികവും മാനസികവുമായ പ്രാരാബ്ദം ജീവികളുടെ പാപഫലങ്ങളാണ്. അതൊക്കെ അനുഭവിക്കുക തന്നെ വേണം. നിങ്ങൾ പൂജ ചെയ്യൂ, ഭക്തനാകാൻ ശ്രമിക്കൂ. ഞാൻ പരമാത്മാവിനെ പ്രാപിക്കുന്നതിൽ മുഴുകി. ബാപ്പുജി പറഞ്ഞതിന് ശേഷം പരമാത്മാവിനെ പ്രാപിക്കാനായി ശ്രദ്ധയോടെ ഭക്തിയിൽ മുഴുകി.
ഞാനാദ്യം ശ്രീ ആസാറാം ബാപ്പുവിന്റെ ആശ്രമത്തിൽ ഡൽഹിയിൽ 40 ദിവസം അനുഷ്ഠാനങ്ങൾ മഹൻ നരേന്ദ്ര ബ്രഹ്മചാരിയുടെ നിർദ്ദേശപ്രകാരം ചെയ്തു. അതിനുശേഷം 40 ദിവസത്തെ 6 അനുഷ്ഠാനങ്ങൾ ആസാറാം ബാപ്പുവിന്റെ ആശ്രമം പൻചേഡ്ര തലാമ, മധ്യപ്രദേശ് മഹൻ കാക്കാജിയുടെ മേൽനോട്ടത്തിൽ ചെയ്തു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 143. അതിനുശേഷം 2 അനുഷ്ഠാനങ്ങൾ ആശ്രമം സബർമതി അഹമ്മദാബാദ്, ഗുജറാത്തിലെ മൗന അമ്പലത്തിൽ ചെയ്തു. അവിടെ വെച്ച് ആസാറാം ബാപ്പുജിയുമായി നന്നായി സംസാരിക്കാനുള്ള അവസരം കിട്ടി. അപ്പോൾ ഞാൻ ബാപ്പുജിയോട് ചോദിച്ചു, ഏത് പരമാത്മാവിനെ പ്രാപിക്കാനാണ് ഞാനും ഭക്തജനങ്ങളും സമൂഹവും ശ്രമിക്കുന്നത്? ആ പരമാത്മാവ് ആരാണ്? എങ്ങനെയിരിക്കും? എവിടെ താമസിക്കുന്നു? ദയവ് ചെയ്ത് എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയണം. ഇതു കേട്ടിട്ട് ബാപ്പുജി പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കൂ, എല്ലാ വിവരവും കിട്ടും. എന്നിട്ട് പറഞ്ഞു, ഗീതയിലെ ഒരു അധ്യായം ദിവസേന വായിക്കണം. എപ്പോഴെങ്കിലും എന്നെ ദർശിക്കണമെങ്കിൽ ഒരു ക്രിയ, പ്രവൃത്തി പറഞ്ഞു തരാം. 3 ദിവസം വരെ ഒരു മുറിയിൽ അടഞ്ഞിരിക്കണം. മുറി അടയ്ക്കുന്നതിന് മുൻപ് ആദ്യ ദിവസം ഭക്ഷണം, വെള്ളം ഇവ ഉപയോഗിക്കണം. എന്തെന്നാൽ വൈകുന്നേരം വരെ ബാത്റൂമിലോ ലോണ്ടറിയിലോ പോകാതിരിക്കാൻ, അതിൽ നിന്നും മോചനം കിട്ടാനായി 3 ദിവസം വരെ ഭക്ഷണം പാടില്ല, പുറത്തിറങ്ങാനും പാടില്ല, മുറിക്കുള്ളിൽ തന്നെ ഇരിക്കണം, താടക ചെയ്യണം. വീട്ടിൽ ചെന്ന ഞാനിത് 3 പ്രാവശ്യം ചെയ്തു. പക്ഷേ എനിക്ക് ബാപ്പുവിന്റെ ദർശനമുണ്ടായില്ല. അനുഷ്ഠാനങ്ങൾ കാരണം ജീവനും മരണവുമായുള്ള വെല്ലുവിളിയിൽ രോഗങ്ങൾ മൂർച്ഛിച്ചു. എന്നിട്ടും പരമാത്മാവിനെ കാണാനുള്ള വെമ്പലിൽ മുഴുകി. 2000 ആണ്ട് സെപ്റ്റംബർ മാസം സന്ത് രാംപാൽ ദാസ് മഹാരാജിന്റെ സത്സംഗം കാഠ്മണ്ഡി രോഹ്തക്കിലുണ്ടെന്ന് കേട്ടു. അദ്ദേഹം തത്വജ്ഞാനത്തിന്റെ ആധാരത്തിൽ ഗീത കേൾപ്പിക്കുകയായിരുന്നു. അതിനുശേഷം ഗീത ചൊല്ലുന്നതിന് മനസ്സിൽ തോന്നി. ഗീതയിൽ ഭഗവാൻ എന്താണ് പറയുന്നത്? ബാപ്പുജി എന്താണ് പറഞ്ഞത്? വാസ്തവത്തിൽ ഭഗവാന് വിരുദ്ധമായ പൂജകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സന്ത് രാംപാൽ മുഖാന്തരം പറഞ്ഞ ഗീതയുടെ വിവർത്തനം മനസ്സിലാക്കി എന്റെ അന്തരാത്മാവ് കരഞ്ഞു തുടങ്ങി. തിരിച്ച് ബാപ്പുജിയുടെ അടുക്കലെത്തി എല്ലാ സംശയങ്ങളും ചോദിക്കണമെന്ന് തോന്നി. ഞാൻ ഗീതയുമായി ബാപ്പുജിയുടെ അടുക്കലെത്തി. ഗീത കാണിച്ചുകൊണ്ട് എല്ലാ സംശയങ്ങളും ചോദിച്ചു. എന്നാൽ അദ്ദേഹം ഒരു സംശയത്തിനും മറുപടി പറഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ബാപ്പുജി, താങ്കൾക്ക് പരമാത്മാവിനെ കുറിച്ച് വിവരമില്ലെങ്കിൽ താങ്കൾ എന്തിന് ഭക്തരെ ചുറ്റിക്കുന്നു? ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ദേഷ്യത്തോടെ പറഞ്ഞു, എന്തറിയാം ഭക്തിയെക്കുറിച്ച്? ഞാൻ കരഞ്ഞുകൊണ്ട് എണീറ്റ് വീട്ടിലേക്ക് പോയി. പരമാത്മാവിനെ പ്രാപിക്കാതെ ദുഃഖിച്ച് ഹംരൂപിയായ പല അനുഷ്ഠാനങ്ങളും ചെയ്തതിന്റെ പേരിൽ ശരീരം വളരെ ദുർബലമായി മരണാസന്ന നിലയിലെത്തി. പിന്നീട് മറ്റുള്ള സന്ത്മാർ രാധാസ്വാമി, പണ്ഡ ധണ്ടൻ സദ്ഗുരു, ശ്രീ സത്രാമാപാൽജി മഹാരാജ്, ശ്രീ ബാലയോഗേശ്വർജി മഹാരാജ്, ദിവ്യജ്യോതി, ബ്രഹ്മകുമാരി, നിരങ്കാരി മിഷൻ, ജയ ഗുരുദേവ മധുര എന്നിവരുടെ അടുക്കൽ പോയി വെറുതെ അലഞ്ഞു നടന്നു. ആരും തന്നെ നിർണായകമായ അറിവ് സന്ത് രാംപാൽ മഹാരാജിനെ പോലെ പറഞ്ഞു തന്നില്ല. ആർക്കും തന്നെ നല്ല അറിവുണ്ടായിരുന്നില്ല. ഞാൻ പശ്ചാത്താപിച്ചു. ഈ സമയത്ത് ഭൂമിയിൽ ഇങ്ങനെ ഒരു സന്തില്ലല്ലോ. എന്തെന്നാൽ പരമാത്മാവിനെ പ്രാപിച്ചതായി. ഇത് പറഞ്ഞു തരാൻ ആരാണ് പരമാത്മാവ്? എങ്ങനെയിരിക്കും? എവിടെ വസിക്കുന്നു? ഇതാലോചിച്ച് രാത്രി മുഴുവൻ എങ്ങി കരഞ്ഞു. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 144. സന്തുമാരോടുള്ള വിശ്വാസം നശിച്ചു. ആസാറാമിനെ പോലുള്ള സുപ്രസിദ്ധരായ സന്തുമാർ പോലും ശാസ്ത്രവിരുദ്ധ പൂജകൾ തോന്നിയതുപോലെ ചെയ്യിപ്പിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിൽ ഏത് സന്തിനെയാണ് വിശ്വസിക്കാൻ കഴിയുക? സന്ത് രാംപാൽജി അറിവിന്റെ ശ്രേഷ്ഠതയെക്കുറിച്ച് പറയുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ അടുക്കൽ ജനസമൂഹം വളരെ കുറവാണ്. അതുകൊണ്ട് അദ്ദേഹം പൂർണ്ണസന്താണോ? ഈ സംശയം മനസ്സിലുദിച്ചു. കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം സന്ത് രാംപാൽജി മഹാരാജന്റെ ഒരു ശിഷ്യനെ എന്റെ ഗ്രാമത്തിൽ കണ്ടുമുട്ടി. എന്റെ കഥ കേട്ടിട്ട് അദ്ദേഹം എന്നെ വീണ്ടും പരമാത്മാ പൂർണ്ണ സന്ത് രാംപാൽജി മഹാരാജന്റെ സത്സംഗമത്തിൽ രണ്ടാമതും കൊണ്ടുപോയി. ഞാൻ 1 മണിക്കൂർ നേരം സത്സംഗം കേട്ടു. അതിനുശേഷം കരഞ്ഞുകൊണ്ട് മഹാരാജന്റെ അടുക്കലെത്തി. അദ്ദേഹം എന്നെ നെഞ്ചോട് ചേർത്ത് ആലിംഗനം ചെയ്തുകൊണ്ട് പറഞ്ഞു, ഏത് സന്തിന്റെ അടുക്കൽ പോയാലും അവർ ശാസ്ത്രവിരുദ്ധ പൂജകൾ തോന്നിയതുപോലെ ചെയ്യിപ്പിക്കും. ഇതൊക്കെ അദ്ദേഹത്തിന് നേരത്തെ അറിയാമായിരുന്നു. എന്റെ സംശയങ്ങൾക്ക് മറുപടി, സമാധാനം സന്ത് രാംപാൽജി മഹാരാജ് അദ്ദേഹത്തിന്റെ പാദങ്ങൾക്കരികിലിരുത്തി പറഞ്ഞു തന്നു.
തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് പറഞ്ഞു, പവിത്ര ഗീത അധ്യായം 9 മന്ത്രം 25 പിതൃപൂജ അതായത് ശ്രാദ്ധം നിഷേധിച്ചിട്ടുണ്ട്, ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. മറ്റു ദേവീ ദേവന്മാരെ പൂജിക്കുന്നവർ മന്ദബുദ്ധികൾ എന്ന് എഴുതിയിട്ടുണ്ട്. ഗീത അധ്യായം 7 മന്ത്രം 12 മുതൽ 15, 20 മുതൽ 23 വരെ. എന്നാൽ ആസാറാംജി ശ്രാദ്ധ മഹിമ എന്ന പുസ്തകത്തിൽ ശ്രാദ്ധം നടത്തുന്നത് ശ്രേഷ്ഠമാണെന്ന് പറയുന്നു. സൻ ശ്രീ ആശ്രാമാജിയുടെ സബർമതി അഹമ്മദാബാദ് ആശ്രമത്തിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പത്രിക ഋഷിപ്രസാദ് ലക്കം 135 മാർച്ച് 2004 എഴുതിയിരിക്കുന്നു. ഭൂതപ്രേതാദികളെയും പിതൃക്കളെയും മറ്റു ദേവീ ദേവതമാരെയും പൂജിക്കുന്നവർ എന്തായിത്തീരുമെന്ന് വായിച്ചു നോക്കൂ. പത്രികയുടെ അടുത്ത ലക്കം, അതായത് അടുത്ത ലക്കം 136, ഏപ്രിൽ 2004, ഋഷിപ്രസാദ്, പേജ് 19 എഴുതിയിരിക്കുന്നു. ഭൂതങ്ങളെ പൂജിക്കുന്നവൻ ഭൂതലോകത്തിൽ എത്തിച്ചേരും, പിതൃപൂജ ചെയ്യുന്നവൻ പിതൃലോകത്തിലെത്തും, ശ്രീകൃഷ്ണനെ പൂജിക്കുന്നവൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വൈകുണ്ഠ ലോകത്തിലെത്തും. ആലോചിച്ചു നോക്കൂ, ശ്രീ ആശ്രാംജി പ്രസിദ്ധീകരിച്ച ശ്രാദ്ധ മഹിമ എന്ന പുസ്തകത്തിൽ പിതൃപൂജ എങ്ങനെ നടത്തണമെന്ന വിധിയും പറഞ്ഞിട്ടുണ്ട്. ദയവായി ചിന്തിച്ചു നോക്കൂ. ചിലർ പറയുകയാണ് കിണറ്റിൽ വീണവൻ മരിക്കുമെന്ന്, പിന്നെ സ്വയം കിണറ്റിലേക്ക് വീഴാൻ പരാമർശിക്കുകയും ചെയ്യുന്നു. മാത്രമോ, ഏത് വിധത്തിൽ എങ്ങനെ കിണറ്റിൽ വീഴണമെന്ന് കൂടി പറയുന്നു. 2 കാലും ഒന്നിച്ചു പൊക്കി ഒറ്റ ചാട്ടം ചാടാൻ, അങ്ങനെ കിണറ്റിൽ ചാടി മരിക്കുന്നതാണ് ശ്രേഷ്ഠമെന്ന്. അങ്ങനെ ചെയ്യാത്തവൻ ദോഷിയാണെന്നും. എന്ത്, ആ വ്യക്തി ബുദ്ധിമാനാണോ? ഈ അവതാരിക ആസാറാമിന്റെ സന്തിന്റേതാണ്. ഒരിടത്ത് പറയുന്നു, ഭൂതപൂജ ചെയ്താൽ ഭൂതലോകത്തും പിതൃപൂജ ചെയ്താൽ പിതൃലോകത്തും പോയി വിശന്നും ദാഹിച്ചും അലയുമെന്ന്, പിന്നീട് അവരെ ശ്രാദ്ധങ്ങളിലൂടെ തൃപ്തരാക്കുമെന്ന്. ആലോചിക്കേണ്ട മറ്റൊരു വിഷയം ഇതാണ്, ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ കുറഞ്ഞ പക്ഷം 2 നേരമെങ്കിലും ഭക്ഷണം കഴിക്കും. മരണത്തിന് ശേഷം ഗീതയിൽ പറയുന്നതിന് വിരുദ്ധമായി പൂജ നടത്തിയതിന്റെ പേരിൽ ദുഃഖിതരായി ഭൂതപ്രേത പിതൃയോനികളിൽ പ്രാപിക്കും. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 145. ഒരു ദിവസത്തെ ശ്രാദ്ധം കൊണ്ട് എങ്ങനെ തൃപ്തരാകും? 364 ദിവസം വേറെന്ത് ഭക്ഷിക്കും? അതിന് സന്ത് ഗുരുജനങ്ങൾ ദോഷികളാണ്. കാരണം നിഷ്കളങ്കരായ ആത്മാക്കളെ വഴിതെറ്റിക്കുന്നത് അവരാണ്. ശാസ്ത്രമറിയാതെ സന്തുമാർ ഇത്തരം ആളുകളെ കൊണ്ട് ശാസ്ത്രവിരുദ്ധ പൂജകൾ ചെയ്യിപ്പിച്ച് ആത്മാക്കളെ വീണ്ടും ദുഃഖാത്മകങ്ങളായ യോനികളിൽ പ്രവേശിപ്പിക്കുന്നു. ശ്രീ ആസാറാംജി ശ്രീ ശിവപൂജാ മന്ത്രം ഓം നമോ ശിവായ, ശ്രീ വിഷ്ണു പൂജാ മന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ എന്നുമാണ് പറയുന്നത്. ഇതുകൂടാതെ ഹരി ഓം ഓം ഗുരു എന്നീ മന്ത്രങ്ങളിൽ ഒന്ന് അവരവരുടെ ഇഷ്ടപ്രകാരം തിരഞ്ഞെടുത്തു കൊള്ളാൻ പറയുന്നു. സോഹം എന്നതിനെ 2 ശ്വാസത്തിൽ കൂടി സ്മരിക്കാനും ഉപദേശിക്കുന്നു. ഇത് ഒരു ശാസ്ത്രത്തിലും പറയുന്നതല്ല. ചിന്തിക്കാം, വയറുവേദനയുള്ള രോഗി വൈദ്യനോട് ചികിത്സ ചെയ്യാൻ അപേക്ഷിക്കുന്നു. വൈദ്യൻ അയാളുടെ അടുക്കൽ ഗുളികകൾ വെച്ചിട്ട് പറയുകയാണ്, ഇതിൽ നിന്ന് ഇഷ്ടമുള്ള ഒരെണ്ണം എടുത്ത് സേവിക്കാൻ. എന്ത്, ഇത്തരം വൈദ്യന്മാർ യഥാർത്ഥ വൈദ്യരാണോ? പവിത്ര ഗീത അധ്യായം 8 മന്ത്രം 13 പറയുന്നു, ഓം ഇതി ഏകാക്ഷരം ഭ്രം വ്യാഹൻ മാം അനുസ്മരൻ യ പ്രയാതി ത്യജൻ ദേഹം സഹയാതി പരമാം ഗതിം. ഇതിന്റെ ശബ്ദാർത്ഥം ഗീത ഉപദേശിക്കുന്നത് ബ്രഹ്മ അതായത് കാലൻ എന്ന് പറയുന്നു. മാ ബ്രഹ്മ, എന്നെ ബ്രഹ്മത്തിന്റെ ഇത് ഒരു ഓം ഏകാക്ഷര, ഓം ഏകാക്ഷരമാണ്. വ്യാവരണ ഉച്ചരിച്ച് അനുസ്മരൻ സ്മരിക്കുന്നത് യ ഏതൊരു ഭക്തനാണോ ത്യജൻ ദേഹമ ശരീരം ഉപേക്ഷിക്കുന്നതുവരെ, അതായത് അവസാന ശ്വാസം വരെ പ്രയാതി സ്മരണ പൂജ ചെയ്യുന്നു. സ ആ ഭക്തൻ എന്റെ പരമാമ ഗതിമ പരമഗതിക്ക് യാതി പ്രാപിക്കുന്നു. ഭാവാർത്ഥം, ശ്രീകൃഷ്ണന്റെ ശരീരത്തിൽ പ്രേതരൂപത്തിൽ ബ്രഹ്മ പ്രവേശിച്ചിട്ട്, അതായത് 1000 കൈകളുള്ള ജ്യോതി നിരഞ്ജൻ കാലൻ പറയുകയാണ്, ബ്രഹ്മമായ എന്നെ പൂജിക്കുന്നവൻ ഒരു ഓം എന്ന നാമം കൊണ്ട് മരണം വരെ പൂജിക്കുന്ന ഭക്തൻ എന്നെ പ്രാപിക്കുന്നു. മറ്റൊരു മന്ത്രവും എന്റെ ഭക്തിക്ക് അനുയോജ്യമല്ല. ഇവ അവരുടെ ഗീതാ അധ്യായം 7 മന്ത്രം 18 ഇവ അത്യുത്തമമല്ല, അതായത് ശ്രേഷ്ഠമല്ലെന്ന് പറയുന്നു. ഇതിന് ഉദാഹരണം ഗീതാ അധ്യായം 9 മന്ത്രം 20 മുതൽ 25 വരെ പറയുന്നു, 3 വേദങ്ങളിലും ഋഗ്വേദം, യജുർവേദം, സാമവേദം വർണ്ണിച്ചിരിക്കുന്ന നിയമം അനുസരിച്ച് ഉപാസന പൂജ ചെയ്യുന്നു. മറ്റു ദൈവങ്ങളുടെയും പൂജ ചെയ്യുന്നു. അവർക്ക് ജനനവും മരണവും സ്വർഗവും നരകവും ഉണ്ട്. പിതൃപൂജ ചെയ്യുന്നവർ, ശ്രാദ്ധം ചെയ്യുന്നവർ പിതൃക്കളായി പിതൃക്കളെ പ്രാപിക്കുന്നു.
ഭൂതങ്ങളെ പൂജിക്കുന്നവൻ 13-ാമത്തെ 17-ാമത്തെ വർഷം തികയുമ്പോൾ അസ്ഥികൾ കൊണ്ടുപോയി ഗംഗ മുതലായ പുണ്യ നദികളിൽ ഒഴുക്കി പിണ്ടകർമ്മം നടത്തുന്നവർ ഭൂതപൂജ ആണിവ. ഭൂതങ്ങളായി ഭൂതലോകത്തിലേക്ക് പോകും. പിന്നീട് ഭൂമിയിൽ അലഞ്ഞു നടക്കും. ഇത്തരം പൂജകൾ വിധിപൂർവമല്ല ചെയ്യുന്നത്, അജ്ഞതയാൽ തോന്നിയതുപോലെ ചെയ്യുന്നു, ആചരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതെല്ലാം വെറുതെയാണ്. ഉദാഹരണം ഗീത അധ്യായം 16 മന്ത്രം 23-24 നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 146. വിശേഷത: ഇവിടെ 4-ാമത്തെ വേദമായ അഥർവവേദത്തെ പറ്റി പറയാത്തത്. അതിൽ പൂജാവിധികൾ വളരെ കുറവും സൃഷ്ടിരചന കൂടുതലുമാണ്. അതുകൊണ്ട് ഗീത അധ്യായം 18 മന്ത്രം 62 പറയുന്നു, ആ പരമാത്മാവിനെ ശരണം പ്രാപിച്ചാൽ മാത്രമേ മുക്തി മോക്ഷം കിട്ടുകയുള്ളൂ. ഗീത അധ്യായം 15 മന്ത്രം 4 പറയുന്നു, എന്തെന്നാൽ തത്വദർശി സന്തിനെ കണ്ടതിന് ശേഷം അദ്ദേഹം പറയുന്നതനുസരിച്ച് ശാസ്ത്രവിധി പ്രകാരം പൂജകൾ ചെയ്യണം. പിന്നീട് ആ പരമപദ പരമേശ്വരനെ അന്വേഷിക്കണം. അവിടെ എത്തിയാൽ പിന്നെ ഒരിക്കലും ജനന മരണ പ്രക്രിയ ഉണ്ടാകില്ല. അതായത് അനാദിമോക്ഷം ലഭിക്കുന്നു. ഗീത വായിക്കുന്ന കാലൻ, അതായത് ക്ഷരപുരുഷൻ ബ്രഹ്മ എന്ന് പറയുന്നു. ഞാനും ആ ആദിപുരുഷ പരമേശ്വരനെ ശരണം പ്രാപിക്കുന്നു. സന്ത് രാംപാൽ മഹാരാജി പറയുന്നു, മറ്റു സന്തുമാരുടെ അഭിപ്രായം പാപം അനുഭവിക്കുന്നത് പ്രാരാബ്ധത്തിൽ എഴുതിയത് കൊണ്ടാണ് ജീവികൾക്ക് അനുഭവിക്കേണ്ടി വരുന്നതെന്നാണ്. ഭക്തി ഉണ്ടായിക്കൊണ്ടിരിക്കണം, അതായത് പൂജകൾ നടത്തിക്കൊണ്ടേയിരിക്കണം. എങ്കിലും വരും ജന്മം, അടുത്ത ജന്മമെങ്കിലും സുഖപൂർണമാകും. ദയവായി ആലോചിച്ചു നോക്കൂ. ഒരാളുടെ കാലിൽ മുള്ള് കയറി, അതുകൊണ്ട് അയാൾക്ക് വലിയ വേദന അനുഭവപ്പെട്ടു. ആ മുള്ള് എടുത്തു കളഞ്ഞ് വേദനയിൽ നിന്ന് മോചിപ്പിക്കാൻ ആരോടെങ്കിലും അപേക്ഷിച്ചാൽ അയാൾ മറുപടി പറയുകയാണ്, മുള്ള അവിടെ ഇരിക്കട്ടെ, നിങ്ങൾ ചെരുപ്പ് ധരിക്കൂ, പിന്നീട് ഭാവിയിൽ ഇനി കാലിൽ മുള്ള് തറക്കില്ല. ഈ ഉപദേശം ശരിയാണോ? മുള്ള് തറച്ചതുകൊണ്ട് തന്നെ ചെരുപ്പ് ധരിക്കാൻ കഴിയില്ല. ആദ്യം മുള്ള് എടുത്തു കളയണം, എന്നിട്ട് പിന്നീട് ഇനി മുള്ള് തറയ്ക്കാതിരിക്കാൻ മുള്ള് കൊള്ളുമെന്ന ഭയത്താൽ ചെരുപ്പ് ധരിക്കണം. അതുപോലെയാണ് പൂർണ്ണ പരമാത്മാവിനെ കണ്ടെത്താൻ പൂർണ്ണ സന്തിനെ ശരണം പ്രാപിച്ച് പാപമാകുന്ന മുള്ളിന്റെ വേദന മാറ്റണം. എന്നിട്ട് ഭക്തൻ പൂർണ്ണ പ്രഭുവിനെ പ്രാപിക്കാൻ ശാസ്ത്രവിധിക്കനുസരിച്ച് പൂജകളും അനുഷ്ഠാനങ്ങളുമായ ചെരുപ്പ് ധരിക്കണം, അതായത് പൂജ ചെയ്യണം. അപ്പോൾ പിന്നെ ഒരിക്കലും പാപമാകുന്ന മുള്ളു തറച്ച് വേദന അനുഭവിക്കേണ്ടി വരില്ല. എല്ലാ സന്തുമാരും ഗീത വിവർത്തനം ചെയ്ത് അർത്ഥത്തിന് പകരം അനർത്ഥമാണ് ചെയ്യുന്നത്. ഗീത അധ്യായം 7 മന്ത്രം 18-ലും 24-ലും അത്യുത്തമം എന്നതിന്റെ അർത്ഥം വളരെ ഉത്തമം എന്നാണ് പലരും വിവർത്തനം ചെയ്തിരിക്കുന്നത്. അധ്യായം 18 മന്ത്രം 66-ൽ വ്രജത്തിന്റെ അർത്ഥം അത്യുത്തമം എന്നത് വളരെ മോശം, ഉത്തമമല്ല എന്നും വ്രജത്തിന്റെ അർത്ഥം പോകുക എന്നുമാണ്. തത്വജ്ഞാനത്തിന്റെ അഭാവത്താൽ ജ്ഞാനഹീനരായ ഗുരുക്കന്മാർ കാരണത്താൽ എല്ലാ ഭക്തസമൂഹവും ശാസ്ത്രവിധിക്ക് വിപരീതമായ പൂജകൾ ചെയ്യുന്നു. അതുകൊണ്ട് മനുഷ്യജീവിതം നിഷ്ഫലമായി തീരുന്നു, വ്യർത്ഥമായി തീരുന്നു. പവിത്ര ഗീത അധ്യായം 16 മന്ത്രം 23-24. എല്ലാ പവിത്ര ധർമ്മങ്ങളിലും പവിത്രാത്മാക്കൾ തത്വജ്ഞാനത്താൽ അപരിചിതമാണ്, അതായത് തത്വജ്ഞാനം അവർക്കറിയില്ല. അതുകൊണ്ട് തന്നെ വ്യാജ ഗുരുക്കന്മാർ, സന്തുമാർ, മഹന്തകൾ, ഋഷിമാർ എന്നിവർ പറയുന്നത് ശരിയല്ല. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 147. ഇന്ന് പവിത്രരായ ഭക്തസമൂഹം ആധ്യാത്മിക ജ്ഞാനത്താൽ പരിചിതമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വ്യാജ ഗുരുക്കന്മാർക്കും സന്യാസിമാർക്കും സന്തുമാർക്കും സമൂഹത്തിൽ സ്ഥാനമില്ല. മുകളിൽ പറഞ്ഞ യാഥാർത്ഥ്യങ്ങൾ ഞാൻ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളും കണ്ണുകൊണ്ട് കാണുകയും അനുഭവിച്ചറിയുകയും ചെയ്തു. അതുകൊണ്ട് കുടുംബസമേതം ഞങ്ങൾ ശ്രീ രാംപാൽ മഹാരാജനെ അഭയം പ്രാപിച്ചു. ഇപ്പോൾ കുടുംബത്തിൽ ആർക്കും ഒരസുഖവുമില്ല. ഭൂതപ്രേതങ്ങൾ കുടുംബത്തിൽ ആരെയും കൊല്ലാൻ വരുന്നില്ല. മൃഗങ്ങൾ ചാകുന്നില്ല. ജോലി ചെയ്യാൻ അനുവദിക്കാതെ വിഷമിച്ചുകൊണ്ടിരുന്നവർ ഇപ്പോൾ ഞങ്ങളുടെ ഗ്രാമം വിട്ട് മറ്റു ഗ്രാമത്തിലേക്ക് പോയി, അതായത് മറ്റു ബന്ധുക്കളുടെ അടുത്തേക്ക് പോയി. ആരാണോ ഇപ്പോഴും ആസാറാമിനെ പൂജിക്കുന്നുവോ അവരുടെ അടുക്കൽ ആ പ്രേതങ്ങൾ ഇപ്പോൾ അവിടെ ചെന്ന് പറയുകയാണ്, ബസന്തന്റെ വീട്ടിൽ പരമാത്മാവ് വസിക്കുന്നു, അയാൾക്ക് പരമാത്മാവിന് തുല്യമായ പൂർണ്ണ പ്രഭുവായ സന്തിനെ കിട്ടിയിരിക്കുന്നു, അതുകൊണ്ട് അവിടേക്ക് പോകാൻ കഴിയില്ല. സന്ത് രാംപാലിന്റെ ഉപദേശം സ്വീകരിച്ചതിന് ശേഷം, ശിഷ്യത്വം സ്വീകരിച്ചതിന് ശേഷം പൂർണ്ണമായി ഞാൻ സ്വസ്ഥനായി സുഖമായ ജീവിതം ഇപ്പോൾ നയിക്കുന്നു.
എന്റെ കുടുംബത്തിലെയും ബന്ധുക്കളുടെയും ഏകദേശം 200ഓളം അംഗങ്ങൾ ശ്രീ സന്ത് രാംപാലിന്റെ ഉപദേശം സ്വീകരിച്ചു കഴിഞ്ഞു. അവരെല്ലാം തന്നെ മുൻപ് ശ്രീ ആസാറാമിന്റെ ശിഷ്യരായിരുന്നവരാണ്. സന്ത് രാംപാൽജി പറഞ്ഞ തത്വങ്ങൾ മനസ്സിലാക്കിയിട്ട് ഏകദേശം 10,000ഓളം ആസാറാമിന്റെ ശിഷ്യന്മാർ ശ്രീ രാംപാലിന്റെ ശിഷ്യരായി മാറി. അവരും എന്നെ പോലെ പശ്ചാത്താപിക്കുന്നു. അതുകൊണ്ട് ഭക്തസമൂഹത്തോട് ഞാൻ വിനയത്തോടെ അപേക്ഷിക്കുന്നു, ആരാണോ പരമാത്മാവിനെ കണ്ടെത്താനായി വേവലാതിപ്പെടുന്നു, അവർ ദയവു ചെയ്ത് പരമാത്മാ സ്വരൂപനായ പൂർണ്ണ സന്ത് രാംപാൽജിയുടെ അടുക്കലെത്തി ജീവിതം സുഖപൂർണമാക്കി തീർക്കൂ, പരമാത്മാവിന് പ്രാപിക്കൂ. ഭക്ത ബസന്തനദാസ്. മൊബൈൽ നമ്പർ 90 53 27 55 69. അത്ഭുതകരമായ കാര്യം. പൂജനീയ ഗുരുദേവ്ജിക്ക് സാഷ്ടാംഗ പ്രണാമം. ഞാൻ എന്റെ കുടുംബത്തിലെ സന്തോഷം ആദരവോടെ പറയാൻ ആഗ്രഹിക്കുന്നു. ജനുവരി 2000 ആരംഭത്തിൽ താങ്കളുടെ പ്രവചന സത്സംഗം കേൾക്കാനിടയായി. താജ്പൂർ ഗ്രാമം ദേഹലിയിൽ ശ്രീ മുരാരി ഭക്തന്റെ വസതിയിൽ വെച്ച് മറ്റൊരു ഭക്തന്റെ മകൾ എന്റെ ഭാര്യ ശ്രീമതി വിമലാദേവിയോട് പറഞ്ഞു, ചാവലാട്ട് ചാച്ചി, അടുത്ത ഗ്രാമത്തിൽ സത്സംഗ് നടക്കുന്നു. നിങ്ങൾ ആ മഹാരാജന്റെ ഉപദേശം സ്വീകരിക്കൂ. അസാധ്യമായ രോഗങ്ങൾ സുഖമാകും. നട്ടെല്ലിന്റെ 1 ഇഞ്ചോളം വഴുതിപ്പോയിരുന്നു. എന്റെ ഭാര്യ ആ കുട്ടിയോട് പറഞ്ഞു. ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് സെന്റർ ഓഫ് സയൻസ് ഡൽഹിയിൽ 2.5 വർഷം ചികിത്സിച്ചു. എന്നിട്ടും ഭേദമായില്ല. അപ്പോൾ പിന്നെ വെറും ഒരു നാമശബ്ദം സ്വീകരിച്ച് ഉപദേശം വാങ്ങിയത് കൊണ്ട് ഭേദമാകുന്ന എന്തൊരു ശക്തിയാണ്? കുറെ നേരം തർക്കിച്ചു. ഒടുവിൽ സത്സംഗമത്തിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. പരമപൂജ്യ സന്ത് രാംപാൽജി മഹാരാജിന്റെ പ്രവചനം അമൃതവാണി കേട്ടപ്പോൾ ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെട്ട ഭക്തി വീണ്ടും തിരിച്ചു കിട്ടി. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 148. 2.5 വർഷത്തെ ചികിത്സ കൊണ്ട് ഭേദമാകാത്തത് 5 ദിവസം കൊണ്ട് ഭേദമായി. 2.5 വർഷത്തെ ചികിത്സ കൊണ്ട് ഭേദമാകാത്തത് 5 ദിവസം കൊണ്ട് ഭേദമായി. ഇതിനു മുൻപ് ഡോക്ടർമാർ ഇരിക്കുന്നതും നിൽക്കുന്നതും പാടില്ല എന്ന് കർശനമായി പറഞ്ഞിരുന്നു. എന്നും ട്രീറ്റ്മെന്റ് കിടന്നുകൊണ്ടായിരുന്നു. വഴുതിപ്പോയത് എക്സ്റേയിൽ നന്നായിട്ട് കാണാമായിരുന്നു. ഏറ്റവും പ്രയാസം ഭാര്യയ്ക്ക് കക്കൂസിലിരിക്കാൻ സാധിക്കില്ല. കൈ കഴുകുമ്പോൾ കുറഞ്ഞത് 10 മിനിറ്റെങ്കിലും കരയുമായിരുന്നു. എന്തെന്നാൽ കുനിയുമ്പോൾ വേദന അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ പരമപൂജനീയ സദ്ഗുരു രാംപാൽജി മഹാരാജിന്റെ ആശീർവാദത്താൽ 50 കിലോ ഭാരം വരെ എടുക്കാൻ കഴിയുന്നു. പൂർണ്ണ ആരോഗ്യവതിയായി മാറി. എന്റെ എല്ലാ വായനക്കാരോടും ഒരു അപേക്ഷ. പരമേശ്വർ തുല്യനായ രാംപാൽ മഹാരാജ് കബീർദേവ് കബീർ പരമേശ്വരന്റെ പൂർണ്ണ കൃപ കൊണ്ട് എല്ലാ കാര്യവും ശീഘ്രാതിശീഘ്രം സുഖമാകും. പൂർണ്ണ മോക്ഷം ലഭിക്കും. സത്ലോകത്തിൽ എത്തിച്ചേരും. ശാശ്വതമായ സ്ഥാനം ലഭിക്കും. വിശ്വസ്ത സേവകൻ ഭക്ത നാഥുറാം, ഗ്രാമം ചാവല, ദില്ലി. മൊബൈൽ 98 11 95 79 12. വിചിത്രമായ പരമേശ്വരൻ. ഞാൻ ഭക്ത സുരേന്ദ്രദാസ്, ഗാന്ധാര ഗ്രാമം, താലൂക്ക് സാംപല, റോഹ്തക് ജില്ലയിൽ താമസിക്കുന്നു. എനിക്ക് 31 വയസ്സുണ്ട്. കുട്ടിക്കാലം മുതലേ ഞാൻ പരമാത്മാവിനെ അന്വേഷിക്കുകയായിരുന്നു. തോന്നിയതുപോലുള്ള പൂജകൾ, അതായത് അമ്പലത്തിൽ പോകുക, വ്രതം നോക്കുക, ശ്രാദ്ധം ചെയ്യുക എന്നിവ ചെയ്തിരുന്നു. പക്ഷെ ശാരീരികവും മാനസികവുമായ കഷ്ടപ്പാടുകൾക്ക് ശമനമുണ്ടായില്ല. അവയും തുടർന്നുകൊണ്ടേയിരുന്നു. എങ്കിലും എന്റെ പരമാത്മാവിനെ അന്വേഷിക്കുന്നതിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും പിന്നോട്ടു പോയില്ല. ഈ അന്വേഷണം എന്നെ 1995 സന്ത് ആസാറാമിന്റെ അടുക്കൽ എത്തിച്ചു. ഞാൻ അദ്ദേഹത്തിൽ നിന്നും നാമോപദേശം സ്വീകരിച്ച് ശിഷ്യത്വം നേടി. ബാപ്പുജി പറഞ്ഞതുപോലെയുള്ള ഭക്തിമാർഗം സ്വീകരിച്ചു. അനുഷ്ഠാനങ്ങളിൽ മുഴുകി. പക്ഷേ ശാരീരികവും മാനസികവുമായ കഷ്ടപ്പാടുകൾക്ക് കുറവുണ്ടായില്ല. ആധ്യാത്മിക ലാഭം ഒന്നും തന്നെ ലഭിച്ചില്ല. പകരം കഷ്ടതകൾ കൂടിക്കൊണ്ടേയിരുന്നു. അതായത് 250 ഗ്രാം പാല് രാവിലെ കുടിച്ചിരുന്നു, 250 ഗ്രാം വൈകുന്നേരവും. എന്റെ മന്ത്രത്തിൽ എത്ര അക്ഷരമുണ്ടോ അത് 1,00,000 പ്രാവശ്യം ജപിക്കുക, സമാധിയിലിരിക്കുക. ഇങ്ങനെ 40 ദിവസം ചെയ്യണം. ഇതായിരുന്നു അദ്ദേഹം പറഞ്ഞ അനുഷ്ഠാനം. അങ്ങനെ ഞാൻ 14 എണ്ണം ചെയ്തു. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിന്റെ സത്സംഗം കേട്ടു. 7 ദിവസം വരെ നിരാഹാരമായിരുന്നു. മന്ത്രം ജപിക്കുക, സമാധിയിരിക്കുക, പ്രാണായാമം ചെയ്യുക. അപ്പോൾ ഈശ്വരപ്രാപ്തി ഉണ്ടാകും. പിന്നീട് ഞാൻ ഇതൊക്കെ സത്യമെന്ന് വിശ്വസിച്ച് അതുപോലെ ചെയ്യാൻ തുടങ്ങി. പക്ഷെ പരമാത്മാ പ്രാപ്തിക്ക് പകരം വിശന്ന് മരിക്കാറായി. പ്രാണായാമം ചെയ്യാൻ കഴിയാതെ ബുദ്ധിഭ്രമമുണ്ടായി. ഭ്രാന്തനെ പോലെയായി. ഈ സമയത്ത് എനിക്ക് സദ്ഗുരു പൂർണ്ണ രാംപാൽ മഹാരാജിന്റെ കൃപാദൃഷ്ടിയുണ്ടായി. ഗുരുദേവ് 2000 നാമോപദേശവും നൽകി, ശിഷ്യത്വം നൽകി.
ഉപദേശം കിട്ടിയപ്പോൾ തന്നെ എനിക്ക് തോന്നി, ആരോ വിളക്കിൽ നെയ്യൊഴിച്ചു. എന്റെ ജീവന് ശാന്തിയും സമാധാനവും ലഭിച്ചു. എല്ലാം വ്യവസ്ഥിതമായി. പൂർണ്ണസന്ധിന് പാപകർമ്മങ്ങൾ നശിപ്പിക്കാൻ കഴിയുമെന്നതിന് തെളിവാണ് എന്റെ ജീവൻ. 2004 ഞാൻ മഹാരാഷ്ട്രയിലെ ഔറംഗാബാദിൽ സന്ത് രാംപാൽജി മഹാരാജന്റെ സൽസംഗമത്തിനായി ടെന്റ് കെട്ടുകയായിരുന്നു. 25 അടി ഉയരത്തിൽ നിന്ന് കല്ലു നിറഞ്ഞ തറയിൽ വീണു. ഇവിടെ കാലൻ എന്റെ നട്ടെല്ല് പൊട്ടിച്ചു. ഒപ്പം എന്റെ ശരീരത്തിന്റെ താഴെയുള്ള ഭാഗം ചലനശേഷി നഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ ഞാൻ സന്ത് രാംപാൽജി സദ്ഗുരുവിനെ ധ്യാനിച്ചു. എന്റെ ഗുരുദേവിന്റെ കൃപയാൽ 2 കാലുകളും ചലിച്ചു തുടങ്ങി. നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ജഗദ്ഗുരു തത്വദർശി സന്ത് രാംപാൽജി മഹാരാജ് എഴുതിയ ജ്ഞാനഗംഗ, പേജ് നമ്പർ 149. ഗരീബ് കാൽ ഡരെ കർത്താർ സെ ജയ ജയ ജഗദീഷ്, ജോറ ജോറി ഝാർത്തി പഗ് രജ് ഡാരെ ശീഷ്. അതിനുശേഷം ഔറംഗാബാദിലെ ആശുപത്രി പഡ്വർദ്ധൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ ഡോക്ടർ DG പഡ്വർദ്ധൻ എന്റെ ശരീരം പരിശോധിച്ചു. നട്ടെല്ലിന്റെ എക്സ്റേ എടുത്തു. റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലായി നട്ടെല്ലിൽ പൊട്ടലുണ്ടെന്ന്. റിപ്പോർട്ട് കണ്ട് ഡോക്ടർ വിഷമത്തോടെ പറഞ്ഞു, നിങ്ങളുടെ നട്ടെല്ല് പൊട്ടി ഒരു വിഭാഗം വിട്ടുപോയിരിക്കുന്നു. ഡോക്ടർ പല ആവർത്തി എന്റെ കാലുകളും കൈകളും പരിശോധിച്ചു. അദ്ദേഹം പറഞ്ഞു, പരമാത്മാവിന്റെ ദയ നിങ്ങൾക്കുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കാലുകൾക്ക് ഒന്നും സംഭവിച്ചില്ല. എന്തെന്നാൽ ഇതനുസരിച്ച് തീർച്ചയായും നിങ്ങളുടെ ശരീരത്തിന് താഴേക്കുള്ള ഭാഗം ചലനമറ്റതായി തീരണം. അവിടെ ആ ആശുപത്രിയിൽ ഞാൻ 3 ദിവസം കിടന്നു. അതിനുശേഷം ഡിസ്ചാർജ് വാങ്ങി എന്റെ വീടായ ഹരിയാനയിൽ വന്നു. അവിടെ റോഹ്തക്കിൽ ഞാൻ എന്റെ എല്ലുകൾക്ക് ചികിത്സ നൽകുന്ന പ്രസിദ്ധനായ ഡോക്ടർ ചണ്ടായെ കാണിച്ചു. ഡോക്ടർ ചണ്ടായും എക്സ്റേ റിപ്പോർട്ട് കണ്ട് അതിശയിച്ചു. എന്നിട്ട് ചോദിച്ചു, താങ്കൾ എങ്ങനെ നടക്കുന്നു? ഈ റിപ്പോർട്ട് അനുസരിച്ച് ശരീരത്തിന്റെ താഴേക്കുള്ള ഭാഗം ചലനമറ്റതായി തീരേണ്ടതാണ്. ഇത് ചികിത്സ അസംഭവമാണ്. ഓപ്പറേഷൻ നടത്തി എല്ല് ശരിയാക്കണം. എല്ലുകൾക്ക് ശക്തി കിട്ടാൻ അദ്ദേഹം ഇഞ്ചക്ഷൻ ആരംഭിച്ചു. 3 മാസം വരെ അത് തുടർന്നു. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഓപ്പറേഷൻ ഉടനെ ചെയ്യണം. താമസിച്ചാൽ ബാക്കിയുള്ള എല്ലുകൾക്കും കുഴപ്പം സംഭവിക്കും. ഓപ്പറേഷന് 2 ലക്ഷം രൂപ ചിലവാകും. അദ്ദേഹം പറഞ്ഞു, ഈ റിപ്പോർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് 3 മാസത്തിനുള്ളിൽ മരണം സംഭവിക്കേണ്ടതായിരുന്നു. ഇന്ന് പരമാത്മാവിന്റെ കൃപയാൽ ജീവിച്ചിരിക്കുന്നു. 2 ലക്ഷം രൂപ ഉണ്ടാക്കാൻ എനിക്ക് കഴിവില്ല. അതുകൊണ്ട് ഞാൻ മറ്റൊരു ഡോക്ടറെ സമീപിച്ചു. അദ്ദേഹവും എക്സ്റേ കണ്ട് അതിശയിച്ചു. അദ്ദേഹവും പറഞ്ഞു, ഓപ്പറേഷൻ താമസിച്ചാൽ ബാക്കിയുള്ളവയും പൊട്ടും. ഈ റിപ്പോർട്ട് അനുസരിച്ച് താങ്കൾക്ക് നടക്കാൻ കഴിയുന്നതല്ല. അവസാനം എല്ലായിടവും പരാജയപ്പെട്ടു. ഗുരുദേവ് സന്ത് രാംപാൽജി മഹാരാജന്റെ അടുക്കലെത്തി. എന്റെ പൂജ്യ ഗുരുദേവൻ എന്നോട് ദയ കാട്ടി എന്റെ തലയിൽ കൈവച്ചു. എന്നിട്ട് പറഞ്ഞു, മകനെ, നിങ്ങൾ തികച്ചും സ്വസ്ഥനായി തീരും. കബീർ സാഹിബ് ജിയുടെ അഭയത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് മരണം സംഭവിച്ചേനെ. താങ്കൾക്ക് ആയുസില്ല. ഒരിക്കൽ കൂടി പോയി ഡോക്ടറെ കാണൂ. ഞാൻ ഗുരുവിന്റെ ഉപദേശപ്രകാരം അടുത്ത ദിവസം വീണ്ടും ഡോക്ടറെ കണ്ടു. ആ ഡോക്ടർ വീണ്ടും എക്സ്റേ എടുത്തു. അത് കണ്ടിട്ട് അദ്ദേഹവും അതിശയിച്ചു. അദ്ദേഹം പറഞ്ഞു, ഏതൊരു എല്ലുകളാണോ പൊട്ടി വേർപെട്ടു പോയോ അത് സ്വയം യഥാസ്ഥാനത്ത് എങ്ങനെ വന്നു? ഡോക്ടർ പറഞ്ഞു, എല്ലിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. അതായത് ഒരു വണ്ടി കുത്തനെയുള്ള കയറ്റം കയറുമ്പോൾ അതിന്റെ എഞ്ചിന് തകരാറുണ്ടായാൽ വണ്ടി നേരെ താഴോട്ട് തിരിച്ചിറങ്ങും. വല്ല കല്ലോ എന്തെങ്കിലും ചക്രത്തിനടിയിൽ വെച്ച് വണ്ടി നിർത്തണം. പിന്നീട് അതിന് മുകളിലേക്ക് കയറാൻ കഴിയില്ല. അതുപോലെയാണ് നിങ്ങളുടെ എല്ലിന്റെ അവസ്ഥ. പക്ഷെ താഴേക്ക് പൊട്ടിത്തൂങ്ങിയ എല്ല് എങ്ങനെ മുകളിൽ കയറി ജോയിന്റ് ആയി? ഇത് ഡോക്ടർ ചരിത്രത്തിനപ്പുറമുള്ള കഥയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി, മറ്റെന്തോ ശക്തി ഇതിനുണ്ട്. അസംഭവ്യത്തെ സംഭവ്യമാക്കാൻ കഴിവുള്ള ശക്തി. ഓപ്പറേഷൻ കൊണ്ട് പോലും നടക്കാത്ത കാര്യം ഓപ്പറേഷൻ നടത്തി മറ്റെന്തെങ്കിലും പദാർത്ഥം വെച്ച് ഒട്ടിപ്പിക്കേണ്ട കാര്യം. ഇതെങ്ങനെ ശരിയായി? ഡോക്ടർക്കും മനസ്സിലായില്ല. അദ്ദേഹം പറഞ്ഞു, ഇനി ഭാരമെടുത്താൽ കട്ടിലിൽ കിടന്ന് മരിക്കേണ്ടി വരും. ഞാൻ പറഞ്ഞു, പൂർണ്ണ ബ്രഹ്മ കബീർ സാഹിബിന്റെ സ്വരൂപമായ സന്ത് രാംപാൽജി മഹാരാജന്റെ കൃപ കൊണ്ടാണ് മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. എനിക്ക് പുതിയ ജീവിതം കിട്ടി. പരമേശ്വർ കബീർ സാഹിബിന്റെ വാണി, ജോ മേരി ഭക്തി പീछोड़ी ഹോയി തോ ഹമ്രാ നാം ന ലേവേ കോയി. ഇപ്പോൾ ഞാൻ തികച്ചും ആരോഗ്യവാനാണ്. സദ്ഗുരുവിന്റെ പാദങ്ങളെ അഭയം പ്രാപിച്ചതിനാൽ ആയുസ്സും ആരോഗ്യവും ലഭിച്ചു. ഇന്ന് ഞാൻ നിസ്വാർത്ഥ സേവന തൽപരനാണ്. 150 കിലോഗ്രാം തൂക്കം വരെ എടുക്കാൻ കഴിവുണ്ട്. നമ്മുടെ ഗുരുവിന്റെ യഥാർത്ഥ ഉദ്ദേശം ജീവികളുടെ വൈകാരിക ഭാവത്തിൽ നിന്നും ആധ്യാത്മിക ഭാവന ഉണർത്തി ഭക്തിമാർഗത്തിലേക്ക് നയിക്കുക എന്നതാണ്. സത്ലോകം പരമധാമത്തിലേക്ക് കൊണ്ടുപോകുക എന്നതാണ്. ഇന്നിപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ചെറിയ സുഖങ്ങളൊന്നും ശാശ്വതമല്ല.
യഥാർത്ഥ ഭക്തിമാർഗമാണ് ശാശ്വതമായ സുഖം. അതുകൊണ്ട് ഭക്ത സമൂഹത്തോട് പ്രാർത്ഥിക്കുന്നു, ഗുരുദേവന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് സത്യഭക്തി മാർഗം സ്വീകരിക്കൂ. സാംസ്കാരിക സുഖത്തിനോടൊപ്പം ആത്മകല്യാണത്തിനുള്ള മാർഗം സ്വീകരിക്കൂ. സത് സാഹിബ്. വിശേഷത്വം ഋഗ്വേദ മണ്ഡലം 10 സൂക്തം 161 മന്ത്രം 2 പൂർണ്ണ പരമാത്മാവ് പറയുന്നുണ്ട്: ശാസ്ത്രാനുകൂല പൂജ ചെയ്യുന്നവൻ സമ്പൂർണ്ണ ഭാവേനെ എന്റെ പാദങ്ങളിൽ അഭയം പ്രാപിക്കുന്നു. അതായത് യഥാർത്ഥ ഭക്തനെ സംരക്ഷിക്കുന്നു, അവന്റെ അസാധി രോഗങ്ങൾ ഇല്ലാതാക്കുന്നു. നിങ്ങളുടെ ആയുസ് സമാപ്തമായാൽ പോലും നിങ്ങളുടെ ശ്വാസം വർദ്ധിപ്പിച്ച് ആയുസ് നീട്ടിത്തരുന്നു. എന്റെ കഥ പ്രഭുവിന്റെ കഴിവിന് ഉത്തമ ഉദാഹരണമാണ്. ഭക്ത സുരേന്ദ്രദാസ്. മൊബൈൽ നമ്പർ 80 59 70 98 19.